നമസ്തേ. ഉപാസന ആസ്ട്രോളജി എന്ന ഈ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കർക്കിടകം ചിങ്ങം കൂറുകാരുടെ ഓഗസ്റ്റ് മാസ ഫലങ്ങളാണ്. മേടം, ഇടവം, മിഥുനം രാശിക്കാരുടെ മാസഫലങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണുക. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് കർക്കിടകക്കൂറ്. ഈ കൂറുകാർക്ക് ഓഗസ്റ്റ് മാസം എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കേണ്ട സമയമാണ് കർക്കിടകക്കൂറുകാർക്ക് ഓഗസ്റ്റ് മാസം. സാമ്പത്തികമായ ഉയർച്ചയും ദീർഘകാലമായുള്ള കഠിന പരിശ്രമത്തിൻ്റെ ഫലം ലഭിച്ചു തുടങ്ങുകയും ചെയ്യുന്ന മാസമാണ് ഓഗസ്റ്റ് മാസം. കുടുംബത്തിൽ സമാധാനം വന്നു ചേരുവാനും ബന്ധുജനങ്ങളുമായുള്ള കൂടിച്ചേരലുകൾക്കും യോഗം കാണുന്നു. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുവാനുള്ള യോഗമുണ്ട്. സമൂഹത്തിൽ ബഹുമാനവും ആദരവും ലഭിക്കും. മാസത്തിൻ്റെ അവസാന വാരം കർമ്മരംഗത്ത് കുറച്ച് ശ്രദ്ധിക്കണം. ക്ലേശങ്ങൾ അനുഭവപ്പെടാം. അഷ്ടമത്തിലെ ശനിയുടെ സഞ്ചാരം അപകടങ്ങൾ, വീഴ്ച, ധനനാശം, അപകീർത്തി എന്നിവയ്ക്ക് യോഗം കാണിക്കുന്നു. കുറച്ചുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. വാക്കുകൾ നിമിത്തം ദാമ്പത്യത്തിൽ കുറച്ച് അസ്വാരസ്യങ്ങൾ അനുഭവപ്പെടാം. നിങ്ങളുടെ സംസാരം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അഹങ്കാരി എന്ന തോന്നൽ ഉളവാക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ബഹുമാനം നൽകി സംസാരിക്കുവാൻ ശ്രമിക്കുക. നേട്ടങ്ങളും ധനവരവും കാണുന്നുണ്ടെങ്കിലും അനാവശ്യ ചിലവുകൾ മനക്ലേശം ഉണ്ടാക്കും. ആഡംബരത്തിനും വീട്ടുപകരണങ്ങൾ വാങ്ങുവാനും പണം കൂടുതൽ ചിലവാക്കും. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ദൂരദേശങ്ങളിൽ പോകേണ്ട യോഗം കാണുന്നു. പൊതുവെ ഈശ്വരാനുഗ്രഹമുള്ള ഒരു സമയമാണ് ചിങ്ങക്കൂറുകാർക്ക് ഓഗസ്റ്റ് മാസം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശ്രമഫലമായി നിങ്ങൾക്ക് ഈ മാസം ഉയർച്ച ഉണ്ടാക്കാം. കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവപ്പെടാം. കൊളസ്ട്രോൾ, BP എന്നിവ ഉള്ളവർ കുറച്ചുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. ശനിയാഴ്ച വ്രതം നോക്കുന്നത് നല്ലതാണ്. ഈ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി ജലധാര, കൂവളമാല വഴിപാട് നടത്തുക. മകം, പൂരം, ഉത്രംകാൽ ഈ നക്ഷത്രങ്ങളടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ഈ മാസം എങ്ങനെയാണെന്ന് നോക്കാം. ചിങ്ങക്കൂറുകാർക്ക് ഈ മാസം സമ്മിശ്ര ഫലമാണ് കാണുന്നത്. ഓഗസ്റ്റ് മാസത്തിൻ്റെ ആദ്യ പകുതി കുറച്ച് തടസ്സങ്ങളും മാനസിക ക്ലേശങ്ങളും അനുഭവപ്പെടാം. അലച്ചിലിൻ്റെ സമയമാണ് ഓഗസ്റ്റ് 15 വരെ ചിങ്ങക്കൂറുകാർക്ക്. മാസത്തിൻ്റെ പകുതിക്ക് ശേഷം അവസ്ഥ മാറാം. കാര്യലാഭം, സമൂഹത്തിൽ അംഗീകാരം, നമ്മുടെ പ്രവർത്തികൾ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുക, ബഹുമതികൾ ലഭിക്കുക എന്നിവ ഓഗസ്റ്റ് 15 ശേഷം ചിങ്ങക്കൂറുകാർക്ക് ലഭിക്കും. കർമ്മപരമായി ചിന്തിച്ചാൽ ഓഗസ്റ്റ് 15 വരെ പല ക്ലേശങ്ങളും അനുഭവപ്പെടാനുള്ള യോഗം കാണുന്നു. ജോലി നഷ്ടപ്പെടുന്ന സ്ഥിതിയിൽ വരെ എത്തിയേക്കാം. ജോലിയിൽ അതൃപ്തി, എന്തെങ്കിലും തെറ്റുകൾ വരിക, അതുപോലെ കർമ്മപരമായ സ്ട്രെസ് അനുഭവപ്പെടാനും യോഗം കാണുന്നു. ഓഗസ്റ്റ് പകുതിക്ക് ശേഷം കാര്യങ്ങൾക്ക് നല്ല മാറ്റമുണ്ടാകും. അപ്രതീക്ഷിതമായ ധനലാഭം ചിങ്ങക്കൂറുകാർക്ക് ഈ ഓഗസ്റ്റ് മാസം ഉണ്ടാകാം. സഹോദരങ്ങളിൽ നിന്നും നല്ല അനുഭവം പ്രതീക്ഷിക്കാം. ധനപരമായി അവരിൽ നിന്നും സഹായമുണ്ടാകും. ചികിത്സയ്ക്ക് വേണ്ടി പണം ചിലവാക്കേണ്ട യോഗം കാണുന്നു. അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ, പനി, തലവേദന എന്നീ രോഗങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടായേക്കാം. ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണം കാണുന്നുണ്ട്. മാനസികമായി അകാരണമായ ടെൻഷൻ, മറ്റുള്ളവരോട് വിദ്വേഷം എന്നിവ തോന്നിയേക്കാം. വിദേശയാത്രക്ക് ശ്രമിക്കുന്നവർക്ക് അത് നടക്കും. ആരോഗ്യപരമായി ചിന്തിച്ചാൽ ഉദരവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, യൂറിൻ സ്റ്റോൺ, അൾസർ എന്നിവ വരാതെ സൂക്ഷിക്കുക.
ശരീരത്തിന് ക്ഷീണം, ഉത്സാഹക്കുറവ്, അലസത എന്നിവയും അനുഭവപ്പെട്ടേക്കാം. കർമ്മപരമായ സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അത് നടക്കും. ദാമ്പത്യ ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. അഡ്ജസ്റ്റ്മെൻറ്റുകൾ അത്യാവശ്യമാണ്. ദമ്പതികൾ തമ്മിൽ അകൽച്ചയ്ക്കുള്ള യോഗം കൂടുതൽ കാണുന്നു. മറ്റുള്ളവരുടെ ഇടപെടലുകൾ ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. പുരുഷന്മാർ ആണെങ്കിൽ ഭാര്യയ്ക്കോ സ്ത്രീകളാണെങ്കിൽ ഭർത്താവിനോ രോഗങ്ങൾ വന്നതുകൊണ്ടുള്ള മാനസിക ക്ലേശവും സാമ്പത്തിക നഷ്ടവും കാണുന്നു. ബിസിനസ് പങ്കാളിയുമായുള്ള ഇടപാടുകൾ കുറച്ചുകൂടി സൂക്ഷിക്കേണ്ട സമയമാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ കുറച്ചുകൂടി സൂക്ഷിക്കുക. ശ്രദ്ധക്കുറവ് കൊണ്ട് പരീക്ഷയിൽ മാർക്ക് കുറയാൻ സാധ്യത കാണുന്നു. അലസതയും കാണുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം. ഉറപ്പിച്ച വിവാഹം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നീണ്ടു പോകുവാനോ തടസ്സപ്പെട്ടു പോകുവാനോ യോഗം കാണുന്നു. പരിഹാരമായി അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം, ശിവക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി എന്നിവ നടത്തുക. ദമ്പതിമാർ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശിവപാർവതി ക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ, ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി എന്നിവ നടത്തുക. പൊതുവായുള്ള ഫലങ്ങളാണ് ഞാനീ പറഞ്ഞത്. ജാതകത്തിലെ ദശാപഹാരങ്ങൾ അനുകൂലമാണെങ്കിൽ നിങ്ങൾക്കിതിലും കൂടുതൽ നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.